നല്ല ആത്മവിശ്വാസം എങ്ങനെ നേടിയെടുക്കാം? നമുക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആത്മവിശ്വാസം, നല്ല ആത്മവിശ്വാസം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം? പെട്ടെന്ന് ആത്മവിശ്വാസം കിട്ടണം, ഒരല്പം ടിപ്പ് 2 മിനിറ്റ്, 3 മിനിറ്റ് എന്ന് ആണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കില്ല. ആത്മവിശ്വാസം നിങ്ങൾക്ക് കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരല്പസമയം ചിലവഴിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഒരല്പസമയം നിങ്ങൾ ഈ വീഡിയോ കാണുവാനും കേൾക്കുവാനും ഇതിലെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കുവാനും തയ്യാറാവുക. പെട്ടെന്ന് കിട്ടുന്ന ടിപ്സുകൾ അടുത്ത റീൽ, അടുത്ത ഷോർട്സ് നമ്മൾ കാണുമ്പോഴത്തേക്ക് മറന്നുപോകും. എന്നാൽ നിങ്ങളൊരല്പസമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സമയം ഒരിക്കലും വേസ്റ്റ് ആകുകയില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം, അതിൻ്റെ പ്രതിബന്ധങ്ങൾ, എങ്ങനെ നല്ല ആത്മവിശ്വാസമുള്ള ആളായിട്ട് മാറാം, അതിന് വേണ്ട ആക്ടിവിറ്റീസ്, ടൂൾസ്, ടെക്നിക്സ് ഇതെന്തൊക്കെയാണെന്ന് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ്. ജീവിതത്തിൽ വളരെ മനോഹരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, മനസ്സിന് സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിന് എപ്പോഴും സന്തോഷവും സമാധാനവും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ആത്മവിശ്വാസം വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ ആത്മവിശ്വാസം കുറഞ്ഞ വ്യക്തികൾക്ക് അവർ ജീവിക്കുന്നത് എപ്പോഴും ഭയത്തിലായിരിക്കും. അവർക്ക് ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കുവാനും അവർക്ക് സാധിക്കാതെ വരുന്നു. അതിനുള്ള കാരണം അവരുടെ മനസ്സിലെപ്പോഴും ഭയമാണ്. ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെ. വളരെയധികം വേദനയും ദുരിതവും ബുദ്ധിമുട്ടും നൽകുന്നൊരു അവസ്ഥയാണ് ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ. ഈ ആത്മവിശ്വാസം ഉളവാക്കിയെടുക്കുന്നതും ഇല്ലാതെയാക്കുന്നതും നമ്മുടെ തന്നെ ചിന്തകളും മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളും വാക്കുകളും സംസാരങ്ങളും അനുഭവങ്ങളും ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളുമൊക്കെയാണ്. എന്നാൽ ഇവയുപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ വളരെയധികം ഡെവലപ്പ് ചെയ്യുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും. എങ്കിൽ അതെങ്ങനെ? അല്പം വിശദമായി ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും ഇവിടെ നിലനിർത്തുക. ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ മനസ്സിലേക്ക് ഇറങ്ങട്ടെ. അത് നിങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ചിന്തകൾ ഈ നിമിഷത്തിൽ നിലനിൽക്കട്ടെ. ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകുന്നതും ഇല്ലാതെയാകുന്നതും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വാക്കുകളും ചിന്തകളുമാണ്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വികാരങ്ങളും പ്രവർത്തികളിലൂടെയുമാണ്. നിങ്ങളെപ്പോഴും ഒരു ഭയത്തിലാണെങ്കിൽ, കൂടുതൽ ആളുകളും ഭയപ്പെടുന്ന കാര്യങ്ങളാണ്, മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല, ഭാവിയിൽ എന്താവും, കഴിഞ്ഞ കാലത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും അത് തന്നെ ആവർത്തിക്കുമോ, ഞാൻ ഇനിയൊന്നും ശ്രമിക്കേണ്ടതില്ല, കാരണം ശ്രമിച്ചതൊക്കെ പരാജയപ്പെട്ടു, ആ പരാജയം താങ്ങുവാനുള്ള മനക്കരുത്ത് എനിക്കില്ല, അതുകൊണ്ട് ഒളിച്ചും പാത്തും പതുങ്ങിയും ജീവിക്കാം. എപ്പോഴും മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തുവാൻ വേണ്ടി സംസാരിക്കാം, പ്രവർത്തിക്കാം. കാരണം മറ്റുള്ളവർ സന്തോഷപ്പെടണം
എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് സന്തോഷം അനുഭവിക്കുന്നില്ല എങ്കിൽ, അവരുടെ മനസ്സിൽ ഒരല്പം പോലും നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്നെക്കുറിച്ച്, എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഉണ്ടായാൽ, അവരെന്നെക്കുറിച്ച് മോശമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, അതെനിക്ക് താങ്ങുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് എപ്പോഴും നല്ലത് വരുന്നതിന് വേണ്ടി ചിന്തിക്കാം, പ്രവർത്തിക്കാം, ചിരിക്കാം, കളിക്കാം. എൻ്റെ ഉള്ളിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് പുറമേക്ക് കാണിക്കാം. കാരണം എൻ്റെ നെഗറ്റീവായിട്ടുള്ള, മോശമായിട്ടുള്ള വശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? എൻ്റെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. എപ്പോഴും ജോലിയിൽ പ്രശ്നങ്ങളാണ്. ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ പ്രശ്നങ്ങളാണ്. എനിക്കെന്തോ തകരാറുണ്ട്. എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പരാജയം മാത്രമേ, റിജക്ഷൻസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എനിക്ക് കഴിവില്ല. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. അതുകൊണ്ട് ഒതുങ്ങി പതുങ്ങി ജീവിക്കാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള ചിന്തകളാണ് കൂടുതലും ആത്മവിശ്വാസം കുറവുള്ള വ്യക്തികളിലൂടെ കടന്നു പോകുന്നത്. ഇത്തരം വിശ്വാസങ്ങളും ചിന്തകളും അവരുടെ മനസ്സിലേക്ക് വന്നത് പല അനുഭവങ്ങൾ കൊണ്ടും തുടർച്ചയായി അവർ ഇത്തരം ചിന്തകൾ ചിന്തിച്ചത് കൊണ്ടുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും നല്ല ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ജനിക്കാൻ ഇടയായതും ഈ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുമൊക്കെ. എന്നാൽ ഇതില്ല എന്ന് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കഴിവിനെ തന്നെ അടിച്ചമർത്തുകയും നമുക്ക് അർഹതപ്പെട്ട മനോഹരമായ ജീവിതം നമുക്ക് തന്നെ നമ്മൾ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളൊക്കെ ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും? അതിന് കാരണം, നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിലേക്കൊന്ന് പോയി നോക്കുക. ഒരു ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഏത് കാര്യത്തിനും കരഞ്ഞ് വിളിച്ച് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞാൽ ആളുകൾ എന്ത് ചിന്തിക്കും? ഞാൻ വികൃതി കാട്ടിയാൽ ആളുകൾ എന്ത് ചിന്തിക്കും? എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനമ്മമാരോട് വാശി പിടിച്ച് കരഞ്ഞാൽ, നിലത്തുരുണ്ട് കരഞ്ഞാൽ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന ഒരു തരത്തിലുള്ള ചിന്തയും ചെറുപ്പകാലത്ത് നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നതിനും ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ഒരു 10 ആളുകൾക്ക് മുന്നിൽ നടന്നു പോകാൻ നമുക്ക് മടിയുണ്ടായിരുന്നില്ല. 100, 200, 500 ഉള്ള ആളുകളുള്ള ഒരു സ്ഥലത്ത് കരച്ചിൽ വന്നാൽ, വിഷമം വന്നാൽ ഉറക്കെ കരയുന്നതിനും നമുക്കൊരു മടിയുണ്ടായിരുന്നില്ല. അച്ഛനമ്മമാർ വേണ്ട എന്ന് പറഞ്ഞിട്ടും നമുക്ക് ആഗ്രഹിക്കുന്ന, നമ്മൾ കണ്ട കളിപ്പാട്ടം വേണമെന്ന് വീണ്ടും വീണ്ടും അത് കിട്ടുന്നത് വരെ എനിക്കത് വേണം, എനിക്ക് കിട്ടിയേ തീരൂ, എനിക്കത് വേണം എന്ന് പറഞ്ഞ് കരയുന്ന ഒരു വ്യക്തി നമ്മളിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ആത്മവിശ്വാസക്കുറവ് അന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കരച്ചിലിനെ നിങ്ങൾ അടക്കി പിടിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അത് വേണ്ട, അത് പറ്റില്ല, അത് വാങ്ങിക്കാൻ സാധ്യമല്ല എന്ന് പാരൻസ് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്യുമായിരുന്നില്ല. എത്രയോ ആൾ കൂടി നിൽക്കുന്ന സമയത്ത് വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരയുമായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തത് നിങ്ങളിൽ നല്ല ആത്മവിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളെ പരിപൂർണമായ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ കഴിവിൽ, നിങ്ങളിൽ നിങ്ങൾ പരിപൂർണമായും വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ്. പിന്നീട് കാലങ്ങൾ കടന്നുപോയി. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലേക്ക് എടുക്കുവാൻ തുടങ്ങി. പല റിജക്ഷൻസും, പല തോൽവികളും പരാജയങ്ങളുമൊക്കെ നമുക്കുണ്ടായ സമയത്ത് അതിന്
കൂടുതൽ അർത്ഥം നൽകി നമ്മുടെ മനസ്സിൽ കൂടുതൽ ഇമാജിനേഷൻ കുത്തിനിറച്ച് ഞാൻ മോശക്കാരനുമാണ് എനിക്ക് സാധ്യമല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, അതുകൊണ്ട് ശ്രമിക്കണ്ട, ചോദിക്കണ്ട, നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട പല വിജയങ്ങളും പല നേട്ടങ്ങളും അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുവാൻ പോലും നമ്മൾ തയ്യാറാവാതെ നമ്മളെ നമ്മൾ തന്നെ അടക്കി നിർത്തി. വലിയ കഴിവുള്ളൊരു ബ്രെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ബ്രെയിൻ ഉപയോഗപ്പെടുത്താതെ നമ്മൾ ഈ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫുകളും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പില്ലായ്മയും നമ്മളെക്കുറിച്ച് തന്നെ പറയുന്ന നെഗറ്റീവ് ചിന്തകളും ഇതൊക്കെ പേറി ഒരു ആത്മവിശ്വാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജീവിതം. അതിനല്ലല്ലോ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവർക്കും നമുക്കും നല്ല നന്മകൾ ചെയ്ത് മുന്നോട്ട് പോയി വളരെ ആഹ്ലാദപരമായിട്ടുള്ള വളരെ സമാധാനപൂർവമായിട്ടുള്ള ജീവിതം, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനക്കരുത്തോടുള്ള ഒരു ജീവിതം, അത്തരമൊരു ജീവിതം ജീവിക്കുവാൻ നമുക്കൊക്കെ അർഹതയുണ്ട്. അതിനെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എവിടെയാണ് നമ്മുടെ ചിന്തകളിൽ നമുക്ക് പാളിച്ച പറ്റിയത്, അതിനൊക്കെ ഒന്ന് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ പതിന്മടങ്ങ് വർദ്ധിക്കുകയും നിങ്ങൾക്ക് ചെയ്യുവാൻ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഉള്ളിലുള്ള ഭയം, ആത്മവിശ്വാസക്കുറവാണ് പലപ്പോഴും മാറ്റിവെക്കൽ, മടി, അലസത, ഡിപ്രഷൻ, നെഗറ്റീവ് ചിന്തിങ്, ആങ്സൈറ്റി ഇങ്ങനെയുള്ള പല പേരുകളിലും അറിയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ആ കഥയിൽ ഒരു പരുന്തിൻ്റെ മുട്ടയ്ക്ക് ഒരു കോഴി അടയിരിക്കുവാൻ ഒരു സാഹചര്യമുണ്ടായി. അടയിരുന്ന് പരുന്ത് കുഞ്ഞും വിരിഞ്ഞു. അതിൻ്റെ കൂടെ മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളും പുറത്തേക്ക് വന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഈ പരുന്തും വളർന്നു. ഒരു ദിവസം ആകാശത്തേക്ക് നോക്കിയപ്പോൾ വലിയ ചിറകുകളുള്ള വളരെ ഉയരത്തിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയെ ഈ പരുന്ത് കാണുകയും മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കിയേ, ഒരു വലിയ പക്ഷി, അതെത്ര ഉയരത്തിലേക്കാണ് പറക്കുന്നത്, എത്ര ശക്തനാണ് അവയുടെ ചിറകുകളും അവയുടെ രൂപവും, ഇതെന്ത് തരം പക്ഷിയാണ്? അപ്പോൾ തള്ളക്കോഴി പറഞ്ഞു, മക്കളെ, ഇതാണ് പരുന്ത്. ഇവന് കിലോമീറ്ററുകളോളം ഉള്ള വസ്തുക്കളെ അത്രയും ആകാശത്തിൻ്റെ ഉയരത്തിൽ നിന്ന് കാണുവാനുള്ള കഴിവുണ്ട്. വലിയ ഉയരത്തിൽ ഇത് പറക്കും. ഇവൻ്റെ കൈകളിലുള്ള നഖങ്ങളും ഒക്കെ ഏത് കഠിനമുള്ള മൃഗങ്ങളെയും കൊന്നൊടുക്കുവാൻ പ്രാപ്തനാണ്. നമ്മളെപ്പോഴും ഇവനെ ഭയക്കണം. ഇവൻ്റെ ഒരു പ്രത്യേകത, കാറ്റ് വരുന്ന സമയത്ത്, കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് എല്ലാ പക്ഷികളും മൃഗങ്ങളും ഓടിയൊടിക്കുമ്പോൾ ഇവൻ ആ കൊടുങ്കാറ്റിലേക്ക് പറക്കുകയും അങ്ങനെ ആ കാറ്റിൻ്റെ മുകളിലൂടെ വീണ്ടും ഉയരത്തിലേക്ക് പറക്കുവാനും ഇവന് അപാര ധൈര്യമാണ്. ഇത് കേട്ട പരുന്തിൻ കുഞ്ഞും മറ്റ് കോഴിക്കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഇതിനോട് വല്ലാത്തൊരു ഭയവും ആരാധനയും ഒക്കെ തോന്നി. കാലങ്ങൾ കടന്നുപോയി.
ഈ പരുന്തിൻ കുഞ്ഞ് വളർന്നു വലുതായി. അങ്ങനെ അവൻ മറ്റ് കോഴിക്കുഞ്ഞുങ്ങളെ പോലെ വളർന്നു, ജീവിച്ചു. ഒരു നാൾ മരിച്ചു പോവുകയും ചെയ്തു. ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാം, കഴിവുകളൊന്നും ഉപയോഗപ്പെടുത്താതെ. ആത്മവിശ്വാസമില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് നമുക്ക് കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ചു പോകാം. അതല്ലെങ്കിൽ നമ്മളെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടി, തിരിച്ചറിയുന്നതിന് വേണ്ടി, നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുന്നതിനും അത് ഉപയോഗപ്പെടുത്തി ജീവിതം വലിയ ഒരു നേട്ടങ്ങളുടെ ഒരു കലവറയാക്കി മാറ്റണമെങ്കിൽ അതും നമുക്ക് സാധ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചതും ജനിച്ച് മുന്നോട്ട് പോയി ഈ പ്രായം വരെ എത്തിയത്. കാരണം പല സന്ദർഭങ്ങളിലും നമ്മൾ അറിയാതെ ഈ കഴിവ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് ഈ ആത്മവിശ്വാസമൊക്കെ വളർത്തിയെടുക്കാം? അതിനുവേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് പലതും നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താം, പ്രാക്ടീസ് ചെയ്യാം, ഓരോ ദിവസവും ഓരോ നിമിഷവും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ആക്ഷൻ എടുക്കുക എന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട്, അടുത്ത ഒരു വീഡിയോ കണ്ട്, പിന്നെ വീണ്ടും ഒരു വീഡിയോ കണ്ട്, സമയം വാട്സപ്പിലും മറ്റു മെസ്സേജുകളൊക്കെ നോക്കി റിലാക്സ് ആയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇതുപോലുള്ള കണ്ടന്റ് വീണ്ടും കണ്ടു, വായിച്ചു. ഇങ്ങനെ പോകുമ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ഗുണകരമാവുകയുള്ളൂ. എന്നാൽ ഒരേ വീഡിയോ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ അത് പഠിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ തന്നെയാണ് നിങ്ങൾ പലതവണ കാണുവാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ ആ സ്കില്ല് പഠിച്ചെടുക്കുകയാണ്. അതുപോലെ മറ്റേത് സ്കില്ലും, ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതൊക്കെ അത്തരവുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമാവുകയും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ അറിയാതെ കൊണ്ടുവരാനും സാധിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ പല തവണ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ആവുകയുള്ളൂ. അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് നിറഞ്ഞതാണ് പലപ്പോഴും നമ്മുടെ ദിവസം. ആ എൻ്റർടൈൻമെൻറ്റ് എന്നത് മാറ്റി നിങ്ങൾ ആക്ഷൻ എടുക്കുവാനും പഠിക്കാനും ആക്ഷൻ എടുക്കുവാനും നിങ്ങൾ തയ്യാറാവുമ്പോൾ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഇപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുക എന്നുള്ളതല്ല, നിങ്ങളൽപ്പോൾ ഈ വീഡിയോ കാണുക എന്നുള്ളതുമല്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. കാരണം ആക്ഷൻ എടുത്താൽ മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് ഒരു എൻജോയ്മെൻറ്റ്, നമുക്കതിൽ പ്രോഗ്രസ് ലഭിക്കുന്നില്ല. എന്നാൽ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു. റിസൾട്ട് ലഭിക്കുക എന്നത് ആണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതുപോലെ ഇത്തരം വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്കും ലഭിക്കേണ്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടുകളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുക എന്ന റിസൾട്ട്, അതുപോലെ ജീവിതത്തിൽ ചില ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നു എന്ന റിസൾട്ട്. അതുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന എന്തൊക്കെ ആക്ഷനുകൾ എടുക്കാം, അതിൽ ചിലതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? ആളുകളോട് സംസാരിക്കുന്നതിലാണോ? സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നതിലാണോ? നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ബോസിനോട് സംസാരിക്കുന്നതിലാണോ? ഒരു പുതിയ ജോലി കണ്ടെത്തുന്നതിനാണ്? നിങ്ങളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ്? ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ്
എന്ന് സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക. അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ ആത്മവിശ്വാസമില്ല, പരാജയപ്പെടുന്നു. ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാനും ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടില്ലേ? പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് ചിന്തിക്കും? പണം പോവില്ലേ? മാനം പോവില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ് നിങ്ങളത് തുടങ്ങാത്തതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മവിശ്വാസം ആ ഒരു ഭാഗത്ത് സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടേക്ക് ഒരു ക്ലാരിറ്റി വരിക, ഒരു വ്യക്തത കൊണ്ടുവരിക. വ്യക്തത കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്കൊരല്പം ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമുക്ക് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുകയും, അങ്ങനെ ആക്ഷൻസ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില പരാജയങ്ങളും അവയെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയി ചില ചില വിജയങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നീട് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആ ബിസിനസ് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതുപോലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, മറ്റുള്ള ആളുകൾക്ക് ബിസിനസ് തുടങ്ങുന്നതിന് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആത്മവിശ്വാസത്തിൻ്റെ ആ കരുത്ത് വർദ്ധിക്കുന്നതായും മറ്റു പല മേഖലകളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് ലഭിക്കുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇങ്ങനെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി, ബോസിനോട് സംസാരിക്കുന്നതിന്, അങ്ങനെ ഏത് മേഖലയാണോ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവ് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, ആ ഒരു ഏരിയയെ നിങ്ങൾ എടുക്കുക. ഇനി അതിലേക്ക് എങ്ങനെ ക്ലാരിറ്റി കൊണ്ടുവരാം എന്ന് നോക്കാം. ക്ലാരിറ്റി കൊണ്ടുവരുന്നതിന് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം ഒന്ന് വിശദമായി ഒന്ന് എഴുതി വയ്ക്കുക. എത്ര ക്യാപിറ്റൽ വേണ്ടി വരും? ആരൊക്കെ സമീപിക്കേണ്ടി വരും? ഇതിൻ്റെ പ്രോഡക്റ്റുകൾ എവിടുന്ന് വാങ്ങിക്കേണ്ടി വരും? ഇതിന് എന്തെങ്കിലും ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അതോ തുടക്കത്തിൽ അതിൻ്റെ ആവശ്യമില്ലേ? ഇങ്ങനെ ഒരു 100 കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കുക. 100 കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, അയ്യോ അത് ഒരുപാടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. ഞാനൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് 100 എന്നുള്ളത്. അപ്പോൾ 100 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എത്രമാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുവോ അതൊക്കെ എഴുതി വയ്ക്കുക. അതെല്ലാം എഴുതി വയ്ക്കുക. റൈറ്റ്? അങ്ങനെ അത് എഴുതി വയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ കുറച്ച് ക്ലാരിറ്റി വരും. ഇനി അത് ക്ലാരിറ്റി വന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു 10ഓ 15ഓ കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഈ 100 അല്ലെങ്കിൽ 50 എണ്ണം നിങ്ങൾ എഴുതി, അല്ലെങ്കിൽ 30 എണ്ണം എഴുതിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10ഓ 15ഓ കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന്, അതായത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഈ ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരുമായിട്ടൊന്ന് ഫോണിലൂടെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. അങ്ങനെ നിങ്ങൾ ആ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മ, അതിൻ്റെ തീവ്രത നിങ്ങൾക്ക് ടെ മനസ്സിലേക്ക് വരുന്നത്. അയ്യോ ഞാനിപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വിളിച്ച് സംസാരിച്ച് പക്ഷേ ബിസിനസ് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അവർ ചോദിക്കാൻ തുടങ്ങും, എന്തായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, എന്നാ തുടങ്ങുന്നത്? അപ്പോൾ അവരോടൊക്കെ എങ്ങനെ ഞാൻ മറുപടി പറയും എന്നൊരു ചിന്ത വരും. ഇനിയിപ്പോൾ അവർ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, ഓ ഇനിയിപ്പോൾ ഇവന് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാ, ഇത്രയും കാര്യങ്ങളൊക്കെ പലതും പരാജയപ്പെട്ടു, ഇനിയിപ്പോൾ അവൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ അവർ ചിന്തിക്കുമോ? അതോ ഏയ് ബിസിനസ് ഒന്നും ഇപ്പോൾ തുടങ്ങണ്ട, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ തന്നെ ആകെ ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള അവർ നിരാശപ്പെടുത്തുന്ന കമൻറ്റുകൾ പറയുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫോൺ വിളിക്കാതിരിക്കും. ഈ 3 കാര്യങ്ങളും, അല്ലെങ്കിൽ പറഞ്ഞ 4 കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ഇത്തരം ഇമാജിനേഷനൊക്കെ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് ആ ഫോൺ വിളി ഇല്ലാതെയാക്കും. സെനെക്കയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്. ഹ്യൂമൻ സഫർ ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി. ഹ്യൂമൻ സഫർ മോർ ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി. മനുഷ്യന്മാർ കൂടുതലും സഫർ ചെയ്യുന്നത് അവരുടെ ഇമാജിനേഷനിലാണ്, യഥാർത്ഥ ജീവിതത്തിലല്ല എന്ന്.
അപ്പം നമ്മുടെ മനസ്സ് തന്നെ ഇത്തരത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഇമാജിനേഷനിൽ കുത്തി നിറച്ച് നമ്മളെ കൊണ്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാതെ നമ്മളെ ഒരു കൂട്ടിൽ അടച്ച് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തിന് പ്രതിരോധമായി നിൽക്കുന്ന ഇത്തരം വിശ്വാസങ്ങളെ, ലിമിറ്റിംഗ് ബിലീഫുകളെ, ഭയങ്ങളെയൊക്കെ നീക്കേണ്ടതുണ്ട്. അത് ആക്ഷനിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ചെറിയ ചെറിയ ആക്ഷനിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ ഫോൺ എടുത്ത് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സംസാരിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ചിന്തകൾ വരുന്നത് ഈ സ്റ്റെപ്പുകൾ എഴുതി കഴിഞ്ഞാൽ മറ്റു ചിന്തകൾ വരുന്നതിന് മുമ്പായിരുന്നെന്ന് ആക്ഷൻ എടുത്തു തുടങ്ങുക. ഒന്നോ രണ്ടോ പേര് വിളിച്ചു ചോദിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഫോൺ എടുക്കാം. ചിലപ്പോൾ അവർ പറയും പല കാര്യങ്ങളും. നല്ലൊരു ശതമാനം ആളുകളും നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങളായിരിക്കും തരിക. നമ്മുടെ മനസ്സിലൊരു തോന്നലാണ് അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങളൊരു 5 ആളെ വിളിച്ച് നോക്കുക. അതിൽ 4 പേരും നല്ല ഉപദേശമായിരിക്കും. ഒരാൾ മാത്രം ചിലപ്പോൾ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഈ പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുക. അതോടെ നമ്മളത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്കായി. അതിന് പകരം നമ്മുടെ ലിസ്റ്റിൽ ഒരു 5 ആളെ പേര് തയ്യാറാക്കുക. ഈ അഡ്വൈസ്, ഈ ഉപദേശങ്ങൾ ചോദിക്കാൻ പറ്റിയ 5 ആളെയും വിളിക്കും നിർബന്ധമായി എന്ന് തീരുമാനിക്കുക. നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കുക. ഇനി ഫോൺ എടുത്ത് വിളിച്ച് അവർ ഫോൺ എടുത്തില്ലെങ്കിൽ അവരുടെ റിട്ടേൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നിങ്ങൾ കണ്ണൊക്കെ അടച്ച് നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പം എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് വല്ലാത്തൊരു ഒരു ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും. ചെറിയ ഒരു അൺകംഫർട്ട് തോന്നാം. അതോടൊപ്പം അതിനേക്കാൾ ഉപരി വലിയൊരു നല്ലൊരു ഫീലിംഗും തോന്നും. അവിടെ നിങ്ങൾ ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ ബാരിയർ ഇല്ലാതെയാക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടത്. അതുപോലെ നിങ്ങൾ കരിയർ മാറുന്നതിന് വേണ്ടി, പുതിയൊരു ജോലിക്ക് വേണ്ടി, നിങ്ങളുള്ള ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ മറ്റൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി. നിങ്ങൾക്കറിയാം ജോലിയൊന്ന് മാറിക്കഴിഞ്ഞാൽ നല്ല പാക്കേജ് ലഭിക്കും. കുറച്ചും കൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. പക്ഷേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യപ്പെടും. കാരണം നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ആ കംഫർട്ട് സോൺ തന്നെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ട്. എല്ലാവരും അറിയുന്നതാണ്. എല്ലാ റൂട്ടീൻസ് അറിയാം. കുറച്ച് അലസമായിട്ട് നടന്നാലും ഒരു കുഴപ്പമില്ല. മാസത്തിലെ സാലറി ലഭിക്കും. മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സാലറി അത്യാവശ്യം നല്ല സാലറി ലഭിക്കും. പക്ഷേ എല്ലാവരും പുതുമുഖങ്ങൾ. ബോസ് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടുത്തെ വർക്ക് എത്തിക്സും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. എല്ലാം അൺഫെമിലിയർ ആണ്. ഒരു പിടിയില്ല അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് കുറച്ച് അൺകംഫർട്ടബിളാണ്. ഓൺലി കംഫർട്ട് ഈസ് യു വിൽ ഗെറ്റ് എ നൈറ്റ്സ് വെരി ഗുഡ് സാലറി. പക്ഷേ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്. റൈറ്റ്. സോ നമ്മൾ എന്ത് ചിന്തിക്കണം? ഓക്കെ, ഏതൊക്കെ സ്ഥാപനങ്ങളാണ്? സി വി പ്രിപ്പയർ ചെയ്യാം. കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ എ ഐയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളരെ ഈസിയാണ്, കംഫർട്ടബിളാണ്. അതൊക്കെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. അയച്ചു തുടങ്ങാം. പക്ഷേ അയച്ചു തുടങ്ങുന്നതിന് മുമ്പ് ചിന്ത വരും, അയ്യോ ഇത് മറ്റുള്ള എൻ്റെ ബോസ് അറിഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ആ ജോലി എനിക്ക് ലഭിച്ചാൽ പുതിയ സ്ഥലത്തേക്ക്, അയ്യോ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ അവിടുത്തെ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ, ഇനി ഇൻ്റർവ്യൂവിന് പോയി ആ ജോലി ലഭിച്ചില്ലെങ്കിൽ, അത് എൻ്റെ കമ്പനിയിൽ അറിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യില്ല, കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യില്ല, ഒരു സ്ഥലത്തേക്കും നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയില്ല. അതുപോലെ നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി ബോസിനോടൊന്ന് സംസാരിച്ച് നോക്കാം കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ സാലറി ഹൈക്കിന് വേണ്ടി. നിങ്ങൾ അതിന് സ്റ്റെപ്പുകളൊക്കെ എഴുതുന്നു. ഇന്ന സമയത്ത് ബോസ് ഫ്രീ ആയിരിക്കും, അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഇന്ന സമയത്ത് മീറ്റ് ചെയ്യുക. മീറ്റ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എത്ര സാലറി ഡിഫറൻസ് നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. അതിനുള്ള കാരണവും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. എന്നാൽ പിന്നീട് മനസ്സ് ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ ഇനി ബോസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, ഇവിടെ ജോലി എങ്ങനെ വർദ്ധിപ്പിക്കാനൊന്നും പറ്റില്ല, സാലറി ഒന്നും കൂട്ടാൻ പറ്റില്ല, ഇപ്പോൾ തന്നെ കമ്പനി വളരെ ടൈറ്റിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ജോലി നോക്കുക എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ ബോസിന് ഈ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അത് പിന്നീട് എൻ്റെ ജോലിയെ ബാധിക്കുമോ? ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മളുടെ ചിന്തകൾ കൊണ്ട് ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പണികളൊന്നും ചെയ്യില്ല. റൈറ്റ്? നമ്മളവിടെ ആക്ഷൻ എടുക്കില്ല. നമ്മൾ കംഫർട്ട് സോണിൽ തന്നെ നിലനിൽക്കും.
എന്നാൽ നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ആ നിമിഷത്തിൽ നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും തോന്നും, അയ്യോ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് തന്നെ ആലോചിച്ചിട്ട് വലിയ ബുദ്ധിമുട്ട്. അത് നോർമലാണ്. നിങ്ങൾ വളരുന്നതിൻ്റെ ഭാഗമാണത്. വളരുമ്പോൾ ഒരു അൺകംഫേർട്ട് ഫീലിംഗ് നമുക്കുണ്ടാകും. കംഫേർട്ട് ഫീലിങ്ങിലൂടെ നമുക്കൊരിക്കലും വളരാൻ സാധിക്കില്ല. അത് പ്രകൃതി നിയമമാണ്. വളർച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. അതിനെ സ്വാഗതം ചെയ്യുക, അതിനെ വെൽക്കം ചെയ്യുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതിനോട് ഫൈറ്റ് ചെയ്യാതെ എനിക്ക് അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യും, ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന മനോഭാവത്തോടു കൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഉള്ളിൽ ചില മാറ്റങ്ങൾ, ചില പൊളിച്ചടുക്കലുകളൊക്കെ സംഭവിക്കും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. റൈറ്റ്? ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. അതുപോലെ പബ്ലിക് സ്പീക്കിംഗ്. ചില ആളുകൾക്ക് പബ്ലിക് സ്പീക്കിംഗ് താല്പര്യമുണ്ട്, ആശയങ്ങളുണ്ട്. പക്ഷേ സ്റ്റേജിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കണ്ണിലിരുട്ട് കയറുന്നു, അസ്വസ്ഥത വരുന്നു, സംസാരിക്കാൻ സാധിക്കുന്നില്ല, ആളുകൾ എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം. അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിൽ അവസരം ലഭിച്ചാലും അത് റിജക്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെയും നമുക്ക് സ്റ്റെപ്പുകൾ എടുക്കാം. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, ചിന്തിക്കാതെ സ്റ്റേജിലേക്ക് കയറുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ ആം, സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരാം. ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നാം, തൊണ്ട വരളുന്ന ഫീലിംഗ് ഉണ്ടാവാം. ഇതൊക്കെ നോ പ്രോബ്ലം. ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു, ഇതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ തന്നെ വേണം, കാരണം ഇങ്ങനെയാണ് എൻ്റെ ശരീരം പ്രതികരിക്കേണ്ടത്, ദാറ്റ്സ് ഓക്കെ എന്ന രീതിയിൽ ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്ങിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ശക്തി കുറയുകയും നിങ്ങൾ കുറേ കൂടെ കാം, പീസ്ഫുൾ ആൻഡ് ഫോക്കസ്ഡ് ആയി മാറുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മളെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിരിക്കാം, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നതിനായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇത് നാലാൾ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ, ബുദ്ധിമുട്ടല്ലേ, പ്രശ്നമല്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ അടിച്ചമർത്തുകയാണ്. അതിന് പകരം നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ എടുത്ത് കൂടുതൽ ചിന്തിക്കാതെ പ്രവർത്തിച്ചു തുടങ്ങി നോക്കൂ. റിസൾട്ടുകൾ അത്ഭുതാവഹമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നു. അതിൻ്റെ പുറമെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളർച്ചയും സംഭവിക്കുന്നു. റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ നമ്മളെ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് മുന്നോട്ട് പോയി നോക്കുക. അല്പ ദിവസങ്ങൾ, മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ജീവിതം മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു ലെവലിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് നിങ്ങളുടെ മറ്റുള്ള എല്ലാ മേഖലകളെയും ബാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ലഭിക്കും, നല്ല ആരോഗ്യം വർദ്ധിക്കും, മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ അനുഭവപ്പെടും. നിങ്ങളുടെ കരിയറിൽ, ബിസിനസ്സിലൊക്കെ മാറ്റങ്ങൾ അനുഭവപ്പെടും. കുറേ നല്ല ബന്ധങ്ങൾ അനുഭവപ്പെടും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഏത് ഒരു ഇരുട്ടിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത് എന്ന ഒരു ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുന്നത് പല കാര്യങ്ങളും വർക്ക് ചെയ്യും, നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നൊക്കെ. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറേ വീഡിയോ കേട്ടിരുന്നത് കൊണ്ട് കാര്യമില്ല, ആക്ഷൻ എടുത്ത് തുടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അടിച്ചമർത്തിയിട്ടുള്ളത്, അത് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സാമ്പത്തികമായിട്ടുള്ള എൻ്റെ മേഖലകളിൽ എനിക്ക് വളരെ ബ്ലോക്ക് അനുഭവപ്പെടുന്നു. അതിൻ്റെ കാരണം ആ മേഖലയിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ ശരിയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പല കാര്യങ്ങളും നിങ്ങൾ അടിച്ചമർത്തിയിരിക്കുന്നു. അത് നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കുന്നതിനായിരിക്കാം, സാലറി ഹൈക്കിന് ചോദിക്കാനുള്ള മടി കാരണമായിരിക്കാം, ആ ബ്ലോക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, കടം കൊടുത്തവരോട് പൈസ തിരിച്ച് ചോദിക്കാത്തതായിരിക്കാം. ഇങ്ങനെ പലതും ആയിരിക്കാം. അതൊക്കെ ഒരു ലിസ്റ്റ് ചെയ്യുക. ഇനി ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഞാൻ വ്യായാമം ചെയ്യുന്നില്ല, നല്ല ഭക്ഷണം കഴിക്കുന്നില്ല, എന്തുകൊണ്ട് വ്യായാമം ചെയ്യുന്നില്ല?
എന്തുകൊണ്ട് ജിമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നടക്കാൻ പോകുന്നില്ല? അതും ആത്മവിശ്വാസമായിട്ട് നല്ല കണക്ഷനുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്ന് പോണം. പക്ഷെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? അതെന്നെ തളർത്തില്ലേ? ആ ചിന്തയായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുകയും അങ്ങനെ ആക്ഷൻ എടുത്ത് തുടങ്ങുക. ഈ ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോഴാണ് ആത്മവിശ്വാസം വളർന്നു വരുന്നത്. ഉള്ളിലെ പൊളിച്ചടുക്കലുകളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ പൊളിച്ചടുക്കി, പൊളിച്ചടുക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അല്പം മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും. റൈറ്റ്? അപ്പം നമ്മളെ അംഗീകരിക്കുവാനും ആക്ഷൻ എടുക്കുവാനും നമ്മൾ തയ്യാറാവുക. മനസ്സ് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, വികാരങ്ങൾ, അതിൻ്റെ ഉണ്ടാകുന്ന ആക്ഷനുകൾ. ഇതൊക്കെയാണ് നമ്മളൊരു വ്യക്തിയായിട്ട് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് സാധ്യമല്ല, എനിക്ക് കഴിയില്ല, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ ഒന്നിനും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല, ഞാൻ വളരെ മോശമാണ്. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും വർഷങ്ങളായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു നമ്മുടെ മനസ്സിനുള്ളിൽ. അതിൻ്റെ ഫലമായിട്ട് അത്തരം ചിന്തകൾ ദൃഢമാവുകയും അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളും പ്രവർത്തികളും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുക. നിങ്ങളെ തന്നെ മാറ്റുവാൻ തീരുമാനമെടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ഇത് ഒരു ടൈം പാസ് അല്ലാതെ ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന ചിന്തയോടുകൂടെ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം ലോങ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ സാധിക്കും. അങ്ങനെ നോട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ പറയും, ഇവൻ ഇത്രമാത്രം സീരിയസ് ആണ് ഈ കാര്യത്തിൽ. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആശയങ്ങളും ഐഡിയാസും ഒക്കെ നൽകുന്നതും, അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിനെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുക. മനസ്സിനെ ഒബ്സർവ് ചെയ്യുക. എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ഓരോ ദിവസവും? അതെന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ചിന്തകളാണോ? അതോ എൻ്റെ ജീവിതം പരാജയത്തിലേക്കും പ്രതിസന്ധിയിലേക്കും കൊണ്ടുപോകുന്ന ചിന്തകളാണോ? ഒന്ന് നിരീക്ഷിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ കണ്ടെത്തുക. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുക. അതിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓരോ ദിവസവും ഒരല്പം സംഭാവന നിങ്ങൾ നൽകുക. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഡീപ്പായിട്ട് ഇറങ്ങും. പല വീഡിയോസിലും നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സ്, ടെൻഷൻ, നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്, ഓവർ തിങ്കിങ്, ഇതിനൊക്കെ ഓവർകം ചെയ്യാമെന്നുള്ള പല വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ വളരെ സൗജന്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് ആവർത്തിച്ച് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാകുന്ന ഫീലിങ്സിനെയും ചിന്തകളെയും ഒക്കെ മാനേജ് ചെയ്യുന്നതിന് പല ടെക്നിക്കുകൾ, ഇപ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ്, അതുപോലെ ശരീരത്തെ തന്നെ ഒബ്സർവ് ചെയ്യുന്നത്, വ്യായാമം ചെയ്യുക, ഇങ്ങനെ പലതരത്തിലും ജേർണലിങ്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സാമ്പത്തികമായി, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ബന്ധങ്ങളിൽ, ഇതിലൊക്കെ വലിയ വളർച്ചയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് സൗജന്യ വെബിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പെയ്ഡ് പ്രോഗ്രാംസും ഫ്രീ പ്രോഗ്രാംസും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. താഴെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാം. അത്തരം പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. സ്വയം മാറുവാൻ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ മാറ്റങ്ങൾ അനുഭവപ്പെടും. താങ്ക് യു.